നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടത്തോടെ NDAയുടെ സീറ്റുകളുടെ എണ്ണം 400 കവിയുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ 6 ഘട്ടങ്ങൾ പൂർത്തിയായതോടെ 3ാം തവണയും നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിലേറുമെന്ന് വിവിധ സർവേ റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണ പരിപാടികൾ ഇന്ന് അവസാനിക്കുകയാണ്. ശനിയാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആകെ 57 മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത്. ജൂൺ 4-നാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നത്. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ക്യാമ്പുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും ഭരണത്തിൽ വരുന്നത് ആരാണെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിൽ മറുവശത്ത് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഒക്കെയാണ്. ഇവരിൽ ആർക്കാണ് ഭരണം നൽകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു വശത്ത് 12 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടത്തിയ ആളുകളുടെ സഖ്യമാണുള്ളത്. മറുവശത്ത് BJPയും അവരുടെ നേതാവുമുണ്ട്. 25 പൈസയുടെ അഴിമതി ആരോപണം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെയും നേരിട്ടിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനു ശേഷം ജനങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് മോദി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുന്നതോടെ തങ്ങളുടെ പരാജയത്തിന് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും എല്ലാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കുറ്റപ്പെടുത്തും. ജൂൺ 4-ന് വോട്ടെണ്ണൽ നടന്നതിന് ശേഷം ഈ കാര്യം പറഞ്ഞ് മാധ്യമങ്ങളെ അവർ കാണുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് 10 വർഷത്തിൽ നിരവധി മാറ്റങ്ങളാണ് സംഭവിച്ചത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഭാരതത്തെ ആഗോളതലത്തിൽ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാനമന്ത്രി. 60 വർഷം കൊണ്ട് കോൺഗ്രസിന് ചെയ്യാൻ സാധിക്കാത്തതാണ് വെറും 10 വർഷം കൊണ്ട് മോദി ചെയ്തതെന്ന് BJP അവകാശപ്പെടുന്നു. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവസാനഘട്ട വോട്ടെടുപ്പ് ജൂൺ 1-നാണ് നടക്കുന്നത്. ഉത്തർപ്രദേശ്, ബീഹാർ, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, പഞ്ചാബ്, ബംഗാൾ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ 57 മണ്ഡലങ്ങളിലാണ് അന്തിമഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനവിധി തേടുന്ന വാരണാസി ഉൾപ്പെടെ ഉത്തർപ്രദേശിലെ 13 മണ്ഡലങ്ങൾ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.